വെൽക്കം ടു ജർമ്മൻ വൈബ്സ്. ഞാൻ ജാൻസി ഗോപിക. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ പെൺമ എന്ന് പറയുന്ന ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അത് മലയാളി സമാജം ഹൈഡൽബർഗ് നമ്മുടെ സമാജം സ്പോൺസർ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷം. അതെ, അതിനെക്കുറിച്ചുള്ള വിശേഷം. അപ്പം ഞങ്ങളന്ന് 2 പ്രോഗ്രാമൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് കാണുക അല്ലേ. 5 മണിക്ക് ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ബ്രേക്ക്, അതിനുശേഷം 7 മണിക്ക് വീണ്ടും ഹൗസ്ഫുള്ളായിരുന്നു പരിപാടിയായിരുന്നു അല്ലേ. പിന്നെ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ലൈക്കും ഷെയറും ഒക്കെ വേണം ഞങ്ങളുടെ വീഡിയോയ്ക്ക്. പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക. ഇതപ്പം നമുക്ക് ഇടാനുള്ള കോസ്റ്റ്യൂമാണ്. അപ്പം എൻ്റെ ഈ കോസ്റ്റ്യൂമൊക്കെ തയ്ക്കുന്നത് കണ്ണൂർ ശീതളിൻ്റെ ആൻറ്റിയാണ്. അവിടെ തയ്പ്പിച്ചിട്ട് അയക്കും. ഇല്ല രമ്യയുടെ അച്ഛനും അമ്മയും എറണാകുളത്ത് നിന്ന്. അങ്ങനെയാണ് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ കിട്ടാറ്. പിന്നെ ഗോപികയുടെയാണ് ഇത്, ഈ ഓറഞ്ച് കളറിലേത്. അത് പുള്ളിക്കാരി നാട്ടിൽ പോയപ്പോൾ തയ്പ്പിച്ച. ഇപ്പോൾ പിന്നെ നമ്മളാണേൽ മേക്കപ്പ് ചെയ്യുകയാണ്. ഞാനും ഗോപിക മിക്കവാറും ഒരുമിച്ച് എൻ്റെ ഇടയ്ക്ക് കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് സ്ട്രെസ് ഇല്ലല്ലോ. ഗോപിക നേണ്ട ഒരുങ്ങി സുന്ദരിക്കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടില്ലേ. നമ്മൾ ഡാൻസ് കളിക്കുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് പോയി ശക്തിയായിട്ട് ഡാൻസ് കളിക്കുന്നില്ല. എനർജി വേണമെങ്കിൽ അതെ കപ്പ് അല്ല, സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ അതല്ലേ ഡാൻസിന് ഇങ്ങനത്തെ സാധനം കഴിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ കപ്പയും മീൻകറിയും എല്ലാവരും നല്ല വയർ നിറച്ച് പോയിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഇപ്പോഴൊന്നും ഇല്ല ഞങ്ങൾക്ക് അല്ലേ, കുറച്ച് ലേറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴേ ദഹിക്കും. മണിക്കൂറുകൾ കിടക്കും. അതെ. അപ്പോൾ ഇതാണ് കാൾസ്റ്റോർ ബാൻ ഓഫ് ഹൈഡൽബർഗ്. ഇവിടാണ് ഒരുമാതിരിപ്പെട്ട ഇങ്ങനെ ആർട്ട് ഫോംസും ഇങ്ങനെയുള്ള ഇതൊക്കെ നടക്കുന്നത്. ഇവിടെ ആക്ച്വലി ഭയങ്കര നല്ല ഹോളാണ്. അവിടുത്തെ ലൈറ്റ് സെറ്റിങ്ങും സൗണ്ടും എല്ലാം ഭയങ്കര ഇതാണ്. അപ്പോൾ അതുപോലെ തന്നെ ചാർജും ഉണ്ട്. അപ്പോൾ ഈ അമൃതും തുഷാറാണെങ്കിൽ ശീതളിൻ്റെ കസിൻ ബ്രദറാണ്, അമൃത ഹസ്ബൻഡ്. അപ്പോൾ അവർ രണ്ടുപേരും ഇടുന്ന ജർമ്മനും ഇംഗ്ലീഷിലും ഒക്കെ പെൺമയെക്കുറിച്ചുള്ളത് ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ശരിയാക്കി വയ്ക്കുന്നു. അപ്പോൾ ഇത് കാൾസ്റ്റോർ ബാനോഫിൻ്റെ ഒരു സൈഡാണ്. അവിടെയും കുറച്ച് കഫേ ബാറും ഒക്കെ ഉണ്ട്. പിന്നെ വേറെ വലിയ ഹോളും ഉണ്ട്. അതിൽ ഒരു 400 പേർക്ക് ഇരിക്കാവുന്ന ഹോളും ഒക്കെ ഇവിടെ ഉണ്ട്. Samajem eingetragene Verein Heidelberg. Unser Malayali Samajem existiert seit 1977 hier in Heidelberg. Und seitdem veranstalten wir immer wieder Programme, auch so wie heute auch Tanzprogrammen. Und das ist Shidel Premdas. Ihr gehört Penmai. Sie ist die Regie- und Choreografin von Penmai. Und natürlich heute präsentieren wir Penmai in Zusammenarbeit mit Magem und auch in Kooperation mit Indischer Konsulat München und Interactions Heidelberg und auch natürlich Stadt Heidelberg. Thank you for guiding us to do this production, and we thank our Guru Dr. Anish Raghavan and RLV and Teresa, who both of us has guided us in this journey to make Penmai. And about Penmai means womanhood in Tamil, and we have taken the stories of women in Krishna's life. Kita
Yashoda is sitting in her kitchen preparing Krishna's favorite butter. Devaki wraps him up in her favorite cloth. Krishna, Krishna, Krishna. Krishna ni begane maro
വദന ഭുജ മധുപേ ശൃംഗാരരസോല്ലാസ ചതുരി ശ്രീരംഗ കൃഷ്ണ വദന ഭുജ മധുപേ. തത്തരി തച്ചണുത തക്കിടതത്തിനി തത്തരി തച്ചണുത താരിതമഗരി തക്കിടതത്തിനി തത്തരി തച്ചണുത താരിതമഗരി തജണു തദികിണതു തഗതദികിണതു തദദിഗു ദദികിണതു തഗമഗരി ഗമഗരി ഗഗരി ಗಿಣತು ಗಿಣತು ತದಿ ಗಿಣತು ತಗತದಿ ಗಿಣತು ತಗದಿಗು ತದಿ ಗಿಣತು ರಾಧೆ ವೃಂದಾವನ ನಿಲಯೇ ರಾಧೆ ರಾಧೆ ವೃಂದಾವನ ನಿಲಯೇ. ഒരു നേരമെങ്കിലും കാണാതെ വഴിയെന്റെ ഗുരുവായൂരപ്പ വരുന്നു. ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ വീടത്തെ ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ വീടത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമാറി തിരുമുടി കൺമുന്നിൽ മിന്നിമാറി.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെൺമയി വിശേഷങ്ങൾ. ഇതാണെങ്കിലും അവിടെ നമ്മളിങ്ങനെ ഫീഡ്ബാക്ക് നമുക്ക് ഒത്തിരി ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്, ഭയങ്കര നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതെല്ലാം അവരവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ഇനിയും നമുക്ക് 2 പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഒന്ന് 10th ഇന്ത്യൻ എംബസിയുടെ ബെർലിനിലുണ്ട്, അതുപോലെ തന്നെ ഫ്രാങ്ക്ഫൂർട്ടിലൊരു പ്രോഗ്രാമുണ്ട് 15-ാം തീയതി മാർച്ചിൽ. അങ്ങനെ ഫുൾ പരിപാടിയാണ്. പെൺമയി എല്ലാവരും ടീം വർക്കാണ്. ഇറ്റ്സ് എ ടീം വർക്ക്. നമ്മൾ ഇന്ന് അടിച്ചു പൊളിച്ചു. ആൻഡ് എല്ലാവരും ജനറൽ വൈസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്തും. ബൈ.